മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ജനജീവിതം ദുസ്സഹമായി മാറി. കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും കനത്ത മഴ സ്തംഭനാവസ്ഥ തീർത്തിരിക്കുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കനത്ത പ്രഹരമാണ് പ്രതീക്ഷിക്കാതെ എത്തിയ മഴ ഉണ്ടാക്കിയത്. 3 ദിവസമായി തോരാതെ പെയ്യുന്ന മഴ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം വിതയ്ക്കുന്നു. അരുവികളും 4 ദിവസമായി തോരാതെ പെയ്യുന്ന മഴ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം സൃഷ്ടിക്കുന്നു. അരുവികളും തോടുകളും കരകവിഞ്ഞൊഴുകി. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് കാൽനട യാത്രികർക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത നിലയാണിപ്പോൾ. ആറളം വനമേഖലയിലും കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. റവന്യൂ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്കാണ് കനത്ത മഴ പ്രഹരമായത്. തിമിർത്ത് പെയ്യുന്ന മഴ മേഖലയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലാക്കി. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി നേരിടുന്നതിനിടയിൽ കനത്ത മഴയും പെയ്തു തുടങ്ങിയതോടെ മേഖല ദാരിദ്ര്യത്തിലേക്ക് നീങ്ങും എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. 3 ദിവസമായി തിമിർത്ത് പെയ്യുന്ന മഴ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങളെ ഏറെ ബാധിച്ചിരിക്കുകയാണ്. തൊഴിലിന് പോകാൻ പോലും കഴിയാതെ, വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വലിയ മഴ, ഇടതടവില്ലാതെ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ മേഖലയിൽ റോഡുകളിലെല്ലാം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടുകൊണ്ട് വാഹനയാത്രയ്ക്ക് പോലും കഴിയാത്ത തരത്തിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറളം വനമേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. റവന്യൂ അധികൃതരെല്ലാം ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെ ജനങ്ങൾക്ക്, ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ടാപ്പിംഗ് നടത്താൻ കഴിയാതെയൊക്കെ ഇപ്പോൾ വലിയ വിഷമം നേരിടുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഈ കനത്ത മഴയിൽ ഈ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത, തൊഴിലിന് പോകാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ മഴ ഇത്തവണ നേരത്തെ, സാധാരണ ജൂൺ 1-നോ 2-നോ അല്ലെങ്കിൽ പകുതിയോട് ശേഷമാണ് കാലവർഷം വരുന്നതെങ്കിൽ ഇത്തവണ മെയ് മാസത്തിൽ തന്നെ, മെയ് മാസം ഒരു 20ഓടുകൂടി തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ മെയ് മാസം 28-ാം തീയതി ആയി നിൽക്കുമ്പോൾ തന്നെ 3 ദിവസമായി തുടർച്ചയായ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജനജീവിതം അതിദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്നും KB ഉത്തമൻ, ATN ന്യൂസ്. ട്രെയിലർ വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? അങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. പിടിക്കടാ. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല, MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Golden Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.